നമസ്കാരം. ഫെബ്രുവരി മാസം 28-നായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ ആക്രമണം നടത്തുന്നത്. അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെ സുരക്ഷയെ കരുതിയാണ്. ഇറാൻ അണുവായുധം ശേഖരിച്ചിരിക്കുന്നു. അണുവായുധം നശിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് നിലനിൽപ്പില്ല, പശ്ചിമേഷ്യയ്ക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിൻ്റെ ഉത്തരവ് പ്രകാരം ഇറാൻ ആക്രമിക്കപ്പെട്ടത്. പക്ഷേ നിശ്ചയിച്ചതുപോലോ പദ്ധതിയിട്ടതുപോലോ അല്ല കാര്യങ്ങൾ നീങ്ങിയത്. ആദ്യ ദിനം തന്നെ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് കൃത്യമായി പ്രവർത്തിച്ചതുകൊണ്ട് അയതൊള്ള അലി ഖൊമൈനി അടക്കം ഏതാണ്ട് 40-ലധികം ഇറാനിയൻ ഭരണാധികാരികളെ വകവരുത്തി. രാജ്യത്തിൻ്റെ സുപ്രീം ലീഡറും സൈനിക തലവനുമൊക്കെ വധിക്കപ്പെട്ടവരിൽ വരും. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും ആഘോഷത്തിലായിരുന്നു. പക്ഷേ ആഘോഷം അധികം നീണ്ടുനിന്നില്ല. അമേരിക്കയും ഇസ്രായേലും ഏതു നിമിഷവും തങ്ങളെ വകവരുത്തും എന്ന ഉറച്ച ബോധ്യത്തിൽ അധികാരം പല ശ്രേണികളിലേക്ക് വ്യാപിപ്പിച്ച് കൃത്യമായി തിരിച്ചടി തുടങ്ങുകയായിരുന്നു ഇറാൻ. ഇറാൻ്റെ ആ പദ്ധതിയെ മനസ്സിലാക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞില്ല. ആഴ്ചകൾ പലത് പിന്നിട്ടു. ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടച്ചിട്ടതോടെ ലോകത്തെ കപ്പൽ ചരക്ക് ഗതാഗതത്തിൻ്റെ 20-25% മുടങ്ങി. എണ്ണവില കുതിച്ചുയർന്നു. ഓഹരി വിപണി ഇടിഞ്ഞു. വലിയ തോതിൽ പണപ്പെരുപ്പം സംജാതമായി. പശ്ചിമേഷ്യ നിശ്ചലമായി. ലോകത്തെ ഏറ്റവും സുരക്ഷിത ടൂറിസ്റ്റ് കേന്ദ്രമായി കണക്കാക്കിയിരുന്ന UAE നഗരങ്ങൾ നിശ്ചലമായി. ഒടുവിൽ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അമേരിക്ക കരാറിൽ ഒപ്പിട്ടു. ജൂൺ 13-14 തീയതികളിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ ഏറ്റവും അധികം ആശ്വസിച്ചത് അമേരിക്കയായിരുന്നു. എന്തിനു വേണ്ടിയാണോ യുദ്ധം ആരംഭിച്ചത് ആ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അണുവായുധ ശേഖരത്തെക്കുറിച്ചൊരക്ഷരം പോലും പറയാതെ ഇറാൻ്റെ ആവശ്യങ്ങളൊക്കെ ഒരു പരിധിവരെ അംഗീകരിച്ചുകൊണ്ടായിരുന്നു സമാധാന കരാറിൽ ഒപ്പിട്ടത്. ഈ സമാധാന കരാർ ട്രംപിൻ്റെ സൽപ്പേരിനും പശ്ചിമേഷ്യയുടെ ദൗർബല്യത്തിനും കാരണമാവുക മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളുടെ ശക്തിയെക്കുറിച്ചുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. ഇവിടെ പിടിച്ചു നിന്നത് ഇസ്രായേൽ മാത്രമായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചിട്ടും ഇസ്രായേൽ അവരുടെ ആഭ്യന്തര സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്ന് മാത്രമല്ല, ലെബനന് നേരെയുള്ള അവരുടെ ആക്രമണം തുടരുകയും ചെയ്തു. ഇതോടെ അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാർ നീണ്ടു നിൽക്കില്ല എന്നുറപ്പായിരുന്നു. ഇറാൻ്റെ ശക്തിക്ക് മുമ്പിൽ ഒരു പരിധിവരെ പേരുദോഷം കേൾക്കാതെ ഒഴിഞ്ഞു പോകാനാണ് അമേരിക്ക ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ആഗ്രഹിച്ചതുപോലെ ഹോർമൂസ് കടലിടുക്കടക്കം തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു. ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും ഇറാൻ ഇസ്രായേലിന് നേരെയും പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സുഹൃത്ത് രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ ഇറാൻ്റെ ഇടപെടൽ ശക്തിപ്പെടുകയും അമേരിക്ക ആഗ്രഹിച്ചതുപോലെ ചരക്ക് ഗതാഗതം സുഗമമാവാതെ വരികയും ചെയ്തതോടെ അമേരിക്കയ്ക്ക് നിയന്ത്രണം കൈവിട്ടു. കഴിഞ്ഞ 3 ദിവസമായി അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. ഇറാൻ്റെ വടക്ക് കിഴക്കൻ മേഖലകളിലെല്ലാം അമേരിക്കൻ ബോംബുകളും മിസൈലുകളും വീണു. ഇതോടെ പ്രകോപിതരായി ഇടയ്ക്ക് നിർത്തിവെച്ച അയൽ രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാൻ്റെ ആക്രമണം ഇറാൻ പുനഃസ്ഥാപിച്ചു. എന്നാൽ സൗദി അറേബ്യയെയും UAEയും ഇറാൻ ബോധപൂർവം ഉപദ്രവിച്ചില്ല. ഇറാനുമായി സാമാന്യം ഭേദപ്പെട്ട ബന്ധമുള്ള പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികം ഇറാനുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളിലൊന്നായ ഖത്തറിന് നേരെ പോലും ആക്രമിക്കുകയും അതേസമയം ഇറാനുമായി ഇസ്രായേലിനോട് സഖ്യം ചേർന്ന് ഭിന്നിച്ചു നിൽക്കുന്ന UAEയെ ഒഴിവാക്കുകയും ചെയ്തു. സാധാരണഗതിക്ക് ഇറാൻ എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ആദ്യം ആക്രമിക്കുന്നത് UAEക്ക് നേരെയാണ്. എന്നാൽ ഇക്കുറി UAEയെ ബോധപൂർവം ഒഴിവാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. കുവൈറ്റിന് നേരെയും ബഹ്റിന് നേരെയുമായിരുന്നു പ്രധാനമായും ആക്രമണം നടത്തിയത്. കുവൈറ്റിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് കുവൈറ്റ് എംബസി വിശദീകരിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും പ്രത്യാക്രമണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകം വീണ്ടും ആശങ്കയുടെ മുൾമുനയിലേക്ക് പോകുന്നു. 5 മാസം പിന്നിട്ട യുദ്ധത്തിൽ മലയാളികൾ ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്നത് ഈ സമയത്താണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് കാരണം ഗൾഫിൽ മാത്രമല്ല, യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇത് അവധിക്കാലമാണ്. വർഷത്തിൽ 2 മാസമുള്ള വേനലവധി. ഈ വേനലവധിക്കാലത്താണ് പ്രവാസി ഇന്ത്യക്കാർ നാട്ടിലേക്ക് വരുന്നത്. അമേരിക്കയിൽ ജൂൺ പകുതിയോടുകൂടി അവധി ആരംഭിച്ചെങ്കിൽ ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ജൂലൈ പകുതിയോടെയാണ് അവധി തുടങ്ങുന്നത്. ഗൾഫ് രാജ്യങ്ങളിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അവധി ആരംഭിക്കുക. ഇങ്ങനെ അവധിക്ക് വേണ്ടി മലയാളികളടങ്ങുന്ന പ്രവാസികൾ കൂട്ടത്തോടുകൂടി കുട്ടികളും കുടുംബവുമായി
നാട്ടിലേക്ക് വരുന്ന സമയമാണിത്. ജൂലൈയിൽ ഇങ്ങോട്ട് വന്ന് ഓഗസ്റ്റ് ഒടുവിൽ തിരിച്ചു പോകുന്ന തരത്തിലാണ് അവധിക്കാലം പ്ലാനിടുന്നത്. ഈ കാലയളവാണ് വിമാന കമ്പനികൾ ഏറ്റവും അധികം ലാഭമുണ്ടാക്കുന്നത്. വിമാനക്കൂലി സാധാരണ നിരക്കിൻ്റെ ഇരട്ടിയായിരിക്കും ഈ സമയത്ത്. ബ്രിട്ടനിൽ നിന്നും അയർലൻഡിൽ നിന്നുമൊക്കെ ഈ കാലയളവിൽ നാട്ടിൽ പോയി തിരിച്ചു വരണമെങ്കിൽ കുറഞ്ഞത് 1.5 ലക്ഷം രൂപ എക്കണോമിക് ക്ലാസ്സിൽ ടിക്കറ്റ് എടുക്കണം. എമിറേറ്റ്സിൻ്റെയൊക്കെ ബിസിനസ് ക്ലാസ് നിരക്ക് ഇപ്പോൾ ഏതാണ്ട് 4-5 ലക്ഷം രൂപയാണ്. ഇത്തരത്തിൽ വിമാന കമ്പനികൾ ഏറ്റവും അധികം ലാഭമുണ്ടാക്കുന്ന ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ വിമാനയാത്ര തടസ്സപ്പെട്ടാൽ അത് ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 ദിവസമായി വീണ്ടും യുദ്ധം പുനരാരംഭിച്ചിട്ടും ഈ യുദ്ധം ബാധിക്കുന്ന രാജ്യങ്ങളിലെ വിമാന ഗതാഗതത്തിന് തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിന്ന് ട്രാവൽ ഏജൻറ്റുമാരുമായി സംസാരിച്ചപ്പോൾ പ്രധാനപ്പെട്ട വിമാന കമ്പനികളായ ഖത്തർ എയർവേസും എമിറേറ്റ്സും എത്തിഹാദുമൊക്കെ ഒരു റൂട്ട് പോലും മുടക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിൽ യുദ്ധാന്തരീക്ഷം നിലനിൽക്കുമ്പോൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇറാൻ ബോംബിടുമ്പോൾ, അമേരിക്കൻ ബോംബ് ഇറാന് നേരെ പായുമ്പോൾ ഈ മിസൈലുകൾക്കും ബോംബുകൾക്കും ഇടയിലൂടെ യാത്രാ വിമാനങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ വിമാന റൂട്ടിന് തടസ്സമുണ്ടാക്കരുതേ എന്ന് യുദ്ധം ചെയ്യുന്ന ഇരു രാജ്യങ്ങൾക്കും ഉറപ്പുണ്ട്. അവർ വിമാന റൂട്ടുകളെ ഒഴിവാക്കിയാണ് ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് തീർച്ച. എന്നാൽ യുദ്ധം പ്രകോപനകരമായ സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ഒരുപക്ഷെ അത് ആശങ്കാജനകമായ സാഹചര്യത്തിന് കാരണമാകും. അതേസമയം ബഹ്റിൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗൾഫ് എയറിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ശക്തമായിട്ടുണ്ട്. ബഹ്റിൻ ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഗൾഫ് എയർ മുടങ്ങിയേക്കും എന്ന് ചിലരെങ്കിലും ആശങ്കപ്പെടുന്നു. കുവൈറ്റ് എയർലൈൻസ് പൂർണ്ണമായും അവരുടെ സമ്മർ ഷെഡ്യൂൾ റദ്ദ് ചെയ്തിരിക്കുകയാണ്. കുവൈറ്റിലൂടെ യാത്ര സാധ്യമല്ലാത്ത സാഹചര്യം നിലവിലുണ്ട്. ഖത്തർ എയർവേസിനെയും എമിറേറ്റ്സിനെയും എത്തിഹാദിനെയും ബാധിച്ചാൽ മാത്രമാകും ഇത് ഗുരുതര വിഷയമായി മാറുക. ആയിരക്കണക്കിന് മലയാളികളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് യാത്ര ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും പുറപ്പെടുന്ന മിക്കവരും തന്നെ ദോഹയിലോ അബുദാബിയിലോ ദുബായിലോ ഇറങ്ങി മാറിക്കയറുകയാണ് പതിവ്. ഇവരെല്ലാം യാത്ര പുറപ്പെടുമ്പോൾ ആശങ്ക ശക്തമായി തുടരുന്നു. ഇപ്പോൾ യുദ്ധത്തിനിടയിലും വിമാന സർവീസ് താറുമാറാകാതെ സൂക്ഷിക്കുന്നത് റിസ്ക് എടുത്താണെങ്കിൽ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ വിമാനങ്ങൾ റദ്ദായെന്ന് വരാം. ഇത് ദീർഘകാലമായി നാട്ടിലേക്ക് പോവാൻ അവധിയെടുത്ത് വലിയ തുക കൊടുത്ത് ടിക്കറ്റ് വാങ്ങി കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്തും. ഇത്തരം സാഹചര്യങ്ങളിൽ ടിക്കറ്റ് റദ്ദായാൽ അവരുടെ യാത്ര ഉടനെയെങ്ങും പിന്നെ പുനഃസ്ഥാപിച്ച് കിട്ടിയെന്ന് വരില്ല. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ മുഴുവൻ സീറ്റുകളും കൃത്യമായി ഫില്ലായിരിക്കുന്നു. ഇപ്പോൾ ഒരു യാത്ര റദ്ദായാൽ ഈ കാലയളവിൽ വീണ്ടും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. അവധിയെടുത്തവർ, ടിക്കറ്റ് എടുത്തവർ, വീട്ടിലും നാട്ടിലും ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടവർ, ബന്ധുക്കളെയും ഉറ്റവരെയും കാണാൻ കാത്തിരിക്കുന്നവർ തുടങ്ങിയ മലയാളികളടക്കം ആയിരങ്ങളെ ആശങ്കപ്പെടുത്തുന്ന അന്തരീക്ഷം വീണ്ടും പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അമേരിക്ക ഇറാനെ ആക്രമിച്ചതുപോലും വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല, അണുവായുധത്തിന് വേണ്ടിയല്ല, പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്, എണ്ണ വിപണിയിൽ ഇടപെടാൻ വേണ്ടിയാണ്, ട്രംപിൻ്റെ കാഞ്ഞ ബുദ്ധിയുടെ ഭാഗമാണ് എന്ന് വിലയിരുത്തുന്നവർ ഏറെയുണ്ട്. യുദ്ധം തുടങ്ങി 1 മാസം പിന്നിട്ടപ്പോൾ ഏപ്രിൽ തുടക്കത്തിൽ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എഴുതിയ കുറിപ്പ് ഇത്തരത്തിൽ പ്രസക്തമാണ്. US-ഉം ഇസ്രയേലും കൂടി ഇറാനുമേൽ നടത്തുന്ന ആക്രമണങ്ങളിലൂടെ വാസ്തവത്തിൽ ലക്ഷ്യമിടുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ തകർച്ച കൂടിയാണോ? വർഷങ്ങളായുള്ള ഉപരോധങ്ങളും മാസങ്ങൾ നീണ്ട ചർച്ചകളും അതേസമയം തന്നെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയ ശേഷമാണ് ഇറാനുമേൽ അമേരിക്കൻ സഖ്യം കടന്നു കയറിയത്. ഇസ്രയേലും ജോർദാനും കൂടാതെ ഇറാനെ ചുറ്റി വളഞ്ഞ് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും US-ന് സൈനിക താവളങ്ങളുണ്ട്. അതിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ എല്ലായിടത്തും അവരുണ്ട്. 7ാം വ്യോമസേനയുടെ ആസ്ഥാനം ഖത്തറിലും 5ാം കപ്പൽപ്പടയുടെ പ്രധാന താവളം ബഹ്റിനിലുമാണ്. ഈ താവളങ്ങൾക്കൊക്കെ അമേരിക്കയ്ക്ക് ഈ നാടുകൾ ആസ്ഥാനം നൽകിയത് തങ്ങളുടെ സംരക്ഷണം അമേരിക്ക നോക്കുമെന്ന കരാറിന്മേലാണ്. 1974 അതിന് പകരമായിട്ടാണ് തങ്ങളുടെ എണ്ണയും പ്രകൃതിവാതകവും ഡോളറിൽ മാത്രം വിൽക്കാമെന്ന് സൗദി മുതലുള്ള ഗൾഫ് രാജ്യങ്ങൾ സമ്മതിച്ചത്. എങ്ങനെയാണ് പെട്രോ ഡോളർ പിറവിയെടുത്തത്? അങ്ങനെ ലോകത്തിലാര് ഗൾഫിൽ നിന്ന് എണ്ണയും ഗ്യാസും വാങ്ങിയാലും ലാഭം കൊയ്താണ് ഡോളർ ഇത്ര ശക്തി നേടിയതും അമേരിക്ക ഇന്ന് കാണുന്നത്ര സമ്പന്നമായതും. ആ സമ്പത്ത് അവർ കൂടുതൽ വലിയ സൈനിക ശക്തിയാകാനും ആയുധങ്ങൾ കുന്നുകൂട്ടാനും ലോക പോലീസായി സ്വയം ചമയാനും കൂടുതൽ ലോകാധീശത്വം നേടാനും ഉപയോഗിച്ചു. USSRനെ ഛിന്നഭിന്നമാക്കാനും കുവൈത്തിനെ ആക്രമിക്കാൻ സദ്ദാമിനെ ധൈര്യം പകർന്ന സൗഹൃദവും
ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാന്ന് ഭാവിച്ച് ഇറാഖിനെ ആക്രമിച്ച് സദ്ദാമിനെ ഇല്ലാതാക്കാൻ യാങ്കികൾക്ക് കൂസലില്ലായ്മ നൽകിയതും സൈനികമായും സാമ്പത്തികമായും അവരുണ്ടാക്കിയ ഈ മേൽക്കോയ്മ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ലോകം കാണുന്നത് അതിൻ്റെ മറുവശമാണ്. ഇറാന് മേൽ മൃഗീയ ആക്രമണം നടത്തുമ്പോൾ തന്നെ കിട്ടുന്ന തിരിച്ചടികൾ ഉയർത്തുന്ന സംശയങ്ങൾ അനേകമാണ്. ഇറാൻ യുദ്ധം 31 ദിനങ്ങൾ പിന്നിടുകയാണ്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും, മറുഭാഗത്ത് ഇറാൻ ഒറ്റയ്ക്ക്. എന്നിട്ടും ഇതിനോടകം അമേരിക്കയുടെ മധ്യകക്ഷയിലെ ഏതാണ്ട് എല്ലാ താവളങ്ങളും ഇറാൻ അടിച്ച് തകർത്ത് കളഞ്ഞു. ഒറ്റയ്ക്ക് നിന്ന് ഏതാണ്ട് 11 രാജ്യങ്ങൾ അവർ തിരിച്ചടിച്ചു കഴിഞ്ഞു. അതിൽ നേരിട്ട് ഇസ്രായേലുമായി മാത്രമാണ് ഇറാൻ യുദ്ധം. ബാക്കി വരുന്ന രാജ്യങ്ങളിൽ US ആസ്ഥാനങ്ങളുണ്ടെന്ന സാങ്കേതികത്വം മാത്രമാണ് അവരെ ലക്ഷ്യം വയ്ക്കാൻ കാരണം. തങ്ങളുടെ ഒരൊറ്റ സഖ്യരാജ്യങ്ങളെയോ എന്തിന് അവിടുത്തെ സ്വന്തം താവളങ്ങളെയോ പോലും സംരക്ഷിക്കാൻ വൻ ശക്തിയായി അമേരിക്കയ്ക്കായില്ല. മറിച്ച് സ്വയം ആളുകളെ യുദ്ധം തുടങ്ങിയ ശേഷം പിൻവലിക്കുകയാണ് മിക്കയിടങ്ങളിൽ നിന്നും. അതായത് $1 കരാറിന് പകരം എന്താണോ അവർ വാഗ്ദാനം ചെയ്തിരുന്നത് അതിൽ ഒന്നുകിൽ അവർ പരാജയപ്പെട്ടു, അഥവാ വാഗ്ദാനം പാലിക്കാൻ മാത്രമുള്ള ജാഗ്രത ഇങ്ങനെയൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങും മുൻപ് കാണിച്ചില്ല എന്ന് വേണം കരുതാൻ. ഇത് മനഃപൂർവ്വമായി വരുത്തിയ പിഴവാണോ എന്ന് ചിന്ത ഉയരുന്നത് ഇവിടെയാണ്. എണ്ണ സമൃദ്ധി കൊണ്ട് അതിസമ്പന്നമായ ഗൾഫ് രാജ്യങ്ങൾ എല്ലാം സുന്നി മുസ്ലിം നാടുകളാണ്. ഷിയ രാജ്യമായി ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ കനത്ത നാശമാണ് ഈ രാജ്യങ്ങളിലുണ്ടായത്. സമ്പന്നമായ ഗൾഫ് നാടുകളിൽ ഒന്ന് ഇടിവ് നേടുന്നത് ഭാവിയിൽ അവരുടെ മേൽ തങ്ങളുടെ അധീശത്വം കൂടുതൽ ശക്തമാക്കാൻ ഉപകരിക്കും. പ്രത്യേകിച്ച് $1 കരാർ പുതുക്കാൻ തയ്യാറാകാത്ത സൗദിയുടെ മേൽ. സൗദി രാജകുമാരനെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം ട്രംപ് നടത്തിയത് ചുമ്മാതെയല്ല എന്ന് സാരം. മറുവശത്ത് ഇറാൻ ഒട്ടും നിഷ്കളങ്കരല്ല. മതപരമായ അന്ധവിശ്വാസങ്ങൾ കാരണം മാത്രം ഇസ്രായേൽ ജനതയെ ഉന്മൂലനം ചെയ്യാനായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെ തയ്യാറാവുകയായിരുന്നു അവർ. ഒരു കാലത്ത് ഗൾഫ് വെറും മരുഭൂമിയായി കിടന്ന കാലത്ത് അതിസമ്പന്നവും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തൊഴിൽ അന്വേഷകർ ഭാഗ്യം തേടിയ നാടായിരുന്നു പേർഷ്യ. ആ രാജ്യത്തെ ഇക്കാണുന്ന അവസ്ഥയിൽ എത്തിച്ചത് മതഭരണമാണ്. ജനങ്ങൾ പട്ടിണിയിലായാലും ആയുധങ്ങൾ കൊന്നുകൂട്ടിയാൽ മതി എന്ന ചിന്തയിലായിരുന്നു അവർ. അമേരിക്കയുമായി നടന്ന ചർച്ചകളിൽ കടുംപിടുത്തം തുടർന്നത് വളരെ പ്രധാനമായ കാരണമുണ്ടായിരുന്നു. അണുവായുധമുണ്ടാക്കുന്നതിന് വളരെ അടുത്തെത്തിയിരുന്നു അവർ. 3ാം ചർച്ച നടക്കവേ ഇറാന്റെ പ്രതിനിധിയിൽ നിന്നും അമിത ആത്മവിശ്വാസം കാരണമുണ്ടായ പ്രതികരണമാണത്രേ പൊടുന്നനവെ ആക്രമണം തുടങ്ങാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. നികൾ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം വരുന്ന ഒരാഴ്ചക്കുള്ളിൽ 16 ആണവ പോർമുനകൾ ഞങ്ങൾക്കുണ്ടാവും, എന്നിട്ട് കാണിച്ചു തരാമെന്ന് ഇറാൻ പ്രതിനിധിയുടെ അഹന്ത കലർന്ന നിലപാടിൽ അമേരിക്കയും ഇസ്രായേലും ഭയന്നുപോയി. അന്ന് രാത്രി തന്നെ ഇസ്രായേൽ ആക്രമണവും തുടങ്ങിയത്രേ. ബാക്കി നടന്നത് നമ്മുടെ മുമ്പിലുണ്ട്. വളരെ സങ്കീർണമായ അവസ്ഥ. ഇരു കൂട്ടർക്കും അവരുടേതായ ന്യായം യുദ്ധത്തിലുണ്ട്. അതിനാൽ തന്നെ ഇത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതിന് തിക്തഫലം അനുഭവിക്കുന്നത് ഗൾഫ് നാടുകളും പിന്നെ എണ്ണക്ഷാമം കാരണം കഷ്ടപ്പെടുന്ന മറ്റു രാജ്യങ്ങളും ആണെന്ന് മാത്രം. ഈ വിനാശകരമായ യുദ്ധത്തിന് കാരണക്കാരായ ഇരുപക്ഷവും ഈ കള്ളക്കളിയിൽ ഒട്ടും നിഷ്കളങ്കരുമല്ല. വാസ്തവത്തിൽ ഏതാണ്ട് 4 മാസം മുമ്പ് ഏപ്രിൽ 3-ന് രഞ്ജിത്ത് എഴുതിയ കുറിപ്പ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പിന്നീട് നടന്ന സംഭവങ്ങളിലൂടെ. അമേരിക്ക വീണ്ടും യുദ്ധത്തിനിറങ്ങുമ്പോൾ ഇറാനേക്കാൾ ഭയപ്പെടേണ്ടത് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പത്തിനെ, സമൃദ്ധിയെ ലാക്കാക്കിക്കൊണ്ട് ചിലർ നടത്തുന്ന ഈ ഒളിയുദ്ധം തന്നെയാണ് ഇതിൻ്റെ അപകടം. ഈ ദുരന്തം നമ്മളെയും വല്ലാതെ ബാധിച്ചിരിക്കുന്നു.